ക്ഷമ വളരെ കുറഞ്ഞു വരുന്നത് ജീവിതം. പക്ഷേ അതുപോലെയല്ല. ജീവിതത്തിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. ഇന്നൊരു ആപ്പിളിൻ്റെ തൈ നട്ടു, നാളെ എനിക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ റിയാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിതത്തിലെ ഏത് മേഖലകളിലും ആ മാറ്റം വരും. ചിന്ത എന്നത് വളരെ വലിയൊരു വൈഡ് സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സാധാരണ ഒരാൾക്കുള്ള നീഡ്സ്, റാഷണൽ നീഡ്സ്, ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, പിന്നെ ആസ്പിറേഷണൽ നീഡ്സ്, ഇങ്ങനെ വരുന്ന നീഡ്സിനകത്ത് ആൾക്കാർ ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ ആ നീഡ്സിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നീഡ്സ് ഫുൾഫിൽ ആയില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ആസ്പിറേഷണൽ നീഡ്സ് എനിക്കൊരു ഫെരാരി കാർ മേടിക്കണമെന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ എൻ്റെ ഉള്ളത് ഓൾട്ടോ കാറായിരിക്കും. ഞാൻ ഇതിന് വേണ്ടി ഡ്രൈവ് ചെയ്ത് ഫെരാരി മേടിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഞാൻ ബ്ലാസ്റ്റ് ആവും. അപ്പോൾ എൻ്റെ ചിന്ത ഭയങ്കരമായിട്ടും എന്താ പറയുക, കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ എന്നോടൊരാൾ പറയാണ്, നമുക്ക് നല്ലൊരു കൺസൾട്ടൻറ്റിനെ കാണാം, സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് മാനസിക രോഗം ഉണ്ടോ ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ ആക്ച്വലി സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് വേണ്ടിയല്ല. സാധാരണ രീതിയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയാൽ എന്നെ മാനസിക രോഗി എന്ന് കുറ്റപ്പെടുത്തുമോ, മുദ്ര കുത്തുമോ എന്നൊരു പേടിയുണ്ട്. ഈ ചിന്തയെ നമുക്ക് എങ്ങനെ റൈറ്റ് മാപ്പ് ചെയ്ത് സാറിന് കൊടുക്കാൻ പറ്റും? അതായത് ഈ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഓപ്പണായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എങ്ങനെ പറ്റും? അതായത് എപ്പോഴും നെഗറ്റീവ് തോട്ടാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പറയുന്ന ആസ്പിറേഷണൽ നീഡ്സ് ഞാൻ കുറേ ദിവസം വച്ചുകൊണ്ടിരുന്നിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേഷൻ ആവും, ഞാൻ പൊട്ടിത്തെറിക്കുന്നു, പിന്നെ എനിക്ക് നെഗറ്റീവ് ചിന്താഗതികളാണ് വരുന്നത്. സാധാരണ ഒരു കോമൺ മാന് എങ്ങനെ ഈ നെഗറ്റീവ് ചിന്ത വരാതെ പോസിറ്റീവ് ചിന്താഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായിട്ടും. എപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി ഇല്ലാതെ അല്ലെ നിരാശയില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. കാരണം റിയൽ ലൈഫിൽ നമ്മൾ ഈ പറയുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക. അപ്പം വയനാട്ടിലെ ആ ഒരു വലിയ ഉരുൾപൊട്ടൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ആ സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ട് ശാന്തമായിട്ട് കുഴപ്പമില്ല എന്ന് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ പ്രായോഗികമല്ല. ഏതൊരു സാധാരണ മനുഷ്യനും നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ വികാരങ്ങളിൽ, ചിന്തകളിലെല്ലാം വലിയ അസ്വസ്ഥത പുകയാം. പക്ഷേ അവിടെ തന്നെ നമ്മൾ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുക. ഇപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളുണ്ട്, എൻ്റെ വരുമാനമുണ്ട്, അല്ലെ എൻ്റെ ജോലിയിലെ മറ്റ് ഘടകങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, എൻ്റെ മറ്റ് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെ ഉറപ്പിക്കുക. ഒപ്പം ഞാൻ വലിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പം അതിനനുസരിച്ച് ഞാൻ എന്നെ തന്നെ മാറ്റുക, ഞാൻ അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ ഓരോ സ്റ്റെപ്സായിട്ട് നമ്മളുടെ ആസ്പിറേഷൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം അതേസമയം ഞാൻ പ്രവർത്തിക്കുന്നത് ചെറിയ രീതിയിലാണ്, ഞാൻ വലിയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രവൃത്തി അതനുസരിച്ച് ഞാൻ മെച്ചപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ വലിയൊരു രക്ഷാപ്രവർത്തനമുണ്ട്, 2000-ഓളം സേനാംഗങ്ങളുണ്ട് വിവിധ മേഖലകളിൽ നിന്ന്. അപ്പോൾ വലിയൊരു ഏരിയയിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആളുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമ്മളുടെ പ്രവർത്തനം അതിനനുസരിച്ച് ഉയരണം. അപ്പോൾ ആണ് നമുക്ക് അതിനനുസരിച്ച് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ പ്രവർത്തിച്ചിട്ട് എൻ്റെ ലക്ഷ്യം മാത്രം വലുതാണെങ്കിൽ ആ ലക്ഷ്യം ഇങ്ങനെ അകന്നിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് അസ്വസ്ഥനാകും. അപ്പം നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സ്കിൽസ് ഉണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്, അത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ ഒത്തിരി ദിവസ്വപ്നങ്ങളിലായിരിക്കും നിൽക്കുന്നത്, അവർ സ്വപ്നങ്ങളിൽ നിൽക്കുന്നു, പക്ഷേ റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ റിയൽ ലൈഫുമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കഴിയുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റും. ഞാൻ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ വേറൊരു കാര്യം, പലർക്കും ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സിൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ട്രെൻഡായിട്ട് ആളുകൾ വളരെ സെക്കൻഡുകളുണ്ട്. മുമ്പൊക്കെ ആളുകൾ കഥകളിയൊക്കെ ആസ്വദിക്കുമായിരുന്നു. ഇപ്പോൾ അതേസമയം തന്നെ ഒരു ടി വിയിൽ പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റീലായിരിക്കാം, വളരെ പെട്ടെന്ന് തന്നെ മാറ്റി വിടുന്നത്. കാരണം ക്ഷമ വളരെ കുറഞ്ഞു വരുന്നത് ജീവിതം. പക്ഷേ അതുപോലെയല്ല. ജീവിതത്തിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ക്ഷമയോടുകൂടി കാത്തിരുന്ന് വലിയ ലക്ഷ്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു ചെടി നട്ടാലും ഇന്നൊരു ആപ്പിളിൻ്റെ തൈ നട്ടു, നാളെ എനിക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ റിയാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിതത്തിലെ ഏത് മേഖലകളിലും ആ മാറ്റം വരും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. അതൊരു പ്രതീക്ഷയായിട്ട് മനസ്സിൽ വരും, ഒരു ഓപ്റ്റിമിസമായിട്ട് വരും, അതൊരു പോസിറ്റീവ് എനർജി തരും. സൈക്കോളജിസ്റ്റിന് വളരെ വലിയൊരു സ്വാധീനമുണ്ട് നമ്മുടെ ലൈഫിൽ.
ഓരോ സ്റ്റേജസിലും ഞാൻ സാറിനോടൊരു ക്യാപ്സ്യൂൾ എന്ന ലെവലിലായത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ താങ്കളുടെ ഒരു ബുക്ക് ഇടയ്ക്ക് കാണുകയുണ്ടായി, ജയിക്കാനായി ജനിച്ചു. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും വായിച്ചില്ല. കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ്, ഞാൻ ആദ്യം കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് നോക്കും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എല്ലാം വായിക്കാൻ പറ്റിയില്ലെങ്കിലും കഴിവതും വായിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് സാർ US ബേസ്ഡ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അതെ, കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരുന്നുണ്ട്. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഡോക്ടർ സെബിനസ് കൊട്ടാരം എന്ന് പറയുന്ന വ്യക്തി നേരത്തെ നമ്മൾ കേൾക്കുന്നതാണ്, കണ്ടിട്ടില്ല. അവർ കണ്ടന്റ് ഓറിയൻറ്റഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജ്യോതിഷികൾക്കും സൈക്കോളജിസ്റ്റായിട്ട് ആക്ട് ചെയ്തൂടെ എന്ന് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, റാഷണൽ നീഡ്സ്, ആസ്പിറേഷണൽ നീഡ്സ്, ഈ നീഡ്സ് എല്ലാ പേർക്കും ഉണ്ട്. എൻ്റെ ആസ്പിറേഷണൽ നീഡ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീമിയം കാർ മേടിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ സാധാരണ ഒരു വീട്ടമ്മയുടെ ഒരു ഇമോഷണൽ നീഡ്സ് ഭയങ്കര വലുതായിരിക്കും. തീർച്ചയായിട്ടും. ചിലപ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നേടുന്ന ഒരു കെയർ ആയിരിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് ബിസി ലൈഫിൽ ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ സാധാരണപ്പെട്ട ഒരു വീട്ടമ്മ ഈ ഇമോഷണൽ നീഡ്സ് കുറച്ച് ദിവസം ഒതുക്കി ബ്ലാസ്റ്റ് ആവും. സാറ് പറഞ്ഞ പോലെ മൈന് പോലെ ഇത് പൊട്ടും. ഇവർക്ക് വേണ്ടി ഇവരൊക്കെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇനി മാനസിക പ്രശ്നമൊന്നും ആൾക്കാർ മുദ്ര കുത്തുമോ എന്നൊരു തോട്ട് വരാം. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മെട്രിക്സോ എന്തെങ്കിലും ഈ പ്രിൻസിപ്പിളോ ഉണ്ടോ? ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ചുരുക്കി പറയാൻ പറ്റുന്ന എന്തെങ്കിലും പ്രിൻസിപ്പിൾ ഉണ്ടോ? സൈക്കോളജിസ്റ്റിനെ കാണുന്ന അവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറേണ്ടത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ കൂടുതലൊരു സൈക്കോ അവയർനെസ് വരേണ്ടതാണ്. സൈക്കോളജിസ്റ്റിനെ കാണുക മുൻകാലഘട്ടങ്ങളിൽ മാനസിക പ്രശ്നങ്ങളായിരുന്നു, മാനസിക രോഗമായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വൈകാരിക പ്രശ്നങ്ങളുണ്ട്, ആത്മവിശ്വാസക്കുറവുണ്ട് കുട്ടികളിൽ, തീരുമാനം എടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലെല്ലാം ഒരു ശാസ്ത്രീയമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഇമോഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഈ പറയുന്ന പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഒരുപക്ഷെ പലർക്കും കാണത്തില്ല. അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പലരും പറയാറുണ്ട്. അപ്പം പറഞ്ഞിട്ട് വേണോ? അപ്പോൾ അതേസമയം തന്നെ ജീവിത പങ്കാളി തന്നെ ഇത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ ഇന്നത് ചെയ്തപ്പം എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടുമോ, കിട്ടിയില്ല, അപ്പോൾ അതിനർത്ഥം എന്നോട് സ്നേഹമില്ല, അകൽച്ചയാണ്. അപ്പം പരസ്പരം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ പുറത്തൊരു സിനിമയ്ക്ക് പോകുന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് കരുതും, ജീവിത പങ്കാളി എന്ത് കരുതും എന്ന് ചിന്തിക്കാതെ അത് തുറന്നു പറഞ്ഞുകൊണ്ട്, അല്ലെ ഏതെങ്കിലും അവസ്ഥയിൽ ഇപ്പം തലവേദനയായിരിക്കും, അല്ലെ ഹെവി വർക്ക് ലോഡ് ആയിരിക്കും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും മുഖം വല്ലാണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ജീവിത പങ്കാളി അതുപോലെ വർക്ക് ലോഡുമായിട്ട് തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം പരസ്പരം തുറന്ന് സംസാരിക്കുമ്പം ഈ പറയുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. ഇനിയിപ്പം ഒരിക്കൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാരണവും ഇല്ലാതെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, ജീവിത പങ്കാളിയാകാം, മറ്റുള്ളവരാകാം, അപ്പോൾ ഉടനെ ഞാൻ വെറുതെ ഇരുന്നിട്ട് എൻ്റെ മേഘത്ത് മിക്കിട്ട് കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അതേ രീതിയിൽ പറയുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതുവരെ ഇങ്ങനെ ചെയ്യാതെ ഒരു കാര്യമില്ലാതെ പൊട്ടിത്തെറിക്കുമ്പം അതിനൊരു പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കാണും. അതൊരു പക്ഷേ ഓഫീസിലെ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ ആകാം, പുറത്തുനിന്നുള്ള ഏതെങ്കിലും വ്യക്തിയാകാം, അല്ലെങ്കിൽ ബസ്സേ വെച്ച് വഴി വെച്ചാകാം. അപ്പോൾ അത് ശാന്തതയോടെ മനസ്സിലാക്കി ആളൊന്ന് തണുത്ത് കഴിയുമ്പോൾ എന്നാ പറ്റി, ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് തോളത്തൊക്കെ ഒന്ന് സ്പർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശരി. അങ്ങനെ വരുമ്പോഴത്തേനും ആൾക്ക് ഇന്ന ഓഫീസിൽ ഇന്നതായിരുന്നു, അപ്പാടെ പ്രശ്നങ്ങളായിരുന്നു, മൊത്തം ബോസിൻ്റെ തെറിയെല്ലാം കൂടെ കേട്ടു പറഞ്ഞ് അങ്ങ് ആശ്വസിപ്പിക്കും. അപ്പോൾ പതുക്കെ ആ ഭയങ്കര മല പോലെ വന്നത് മെൽറ്റ് ചെയ്തില്ലാതായി. ഇനി അതേ രീതിയിൽ തന്നെ ദേഷ്യത്തിനനുസരിച്ച് ഇവരും തിരിച്ചു പറയായിരുന്നെങ്കിലോ? അപ്പം ഭർത്താവ് അവിടുത്തെ ദേഷ്യവും അസ്വസ്ഥതയും എല്ലാം കിടപ്പുണ്ട്, രണ്ടും കൂടി ഇടിച്ചു കഴിയുമ്പോൾ അവസാനം വലിയ അകൽച്ചയിലേക്ക് വരും. ശരി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.